സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തു. സഭയുടെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ. സ്ഥാനാരോഹണം വ്യാഴാഴ്ച. ദൈവഹിതം അംഗീകരിക്കുന്നുവെന്ന് മാർ റാഫേൽ തട്ടിൽ. പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷം. കുടുംബവുമായി സഞ്ചരിച്ച കാർ യാത്രക്കാരനെ ടോൾ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. വോക്കി ടോക്കി കൊണ്ട് തലക്കടിയേറ്റ ചുവന്നമണ്ണ് സ്വദേശി ഷിജു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ഫെബ്രുവരി 15-ന് കടകൾ അടച്ചിടുമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. സമരത്തിന് മുന്നോടിയായി ഈ മാസം 29 മുതൽ ഫെബ്രുവരി 15 വരെ വ്യാപാര സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുമെന്നും സംഘടന. ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു തുടങ്ങി. ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനാണ് അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിക്കുന്നത്. എരമംഗലത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അധിനിവേശ ശക്തികൾക്കെതിരെ കൂട്ടായ പ്രതിരോധം തീർത്താണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുത്തുറ്റ പ്രസ്ഥാനമായി മാറിയതെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ. പേ ചാനലുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും K. ഗോവിന്ദൻ. വിശദമായ വാർത്തകളിലേക്ക്. മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി. കാക്കനാട് നടന്ന സിനഡ് യോഗത്തിലാണ് മാർ റാഫേൽ തട്ടിലിനെ സഭാധ്യക്ഷനായി തെരഞ്ഞെടുത്തത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനത്യാഗം ചെയ്ത സാഹചര്യത്തിലാണ് മാർ റാഫേൽ തട്ടിലിനെ രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുത്തത്. മാർ റാഫേൽ തട്ടിലിന്റെ പ്രഖ്യാപനം വത്തിക്കാനിലും സഭാസ്ഥാനമായ കാക്കനാടും ഒരേ സമയം നടന്നു. നിലവിൽ ഷംഷാബാദ് രൂപത ബിഷപ്പായ മാർ റാഫേൽ തട്ടിൽ തൃശൂർ സ്വദേശിയാണ്. സീറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ. സ്ഥാനാരോഹണ ചടങ്ങുകൾ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30-ന് സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് കത്തീഡ്രലിൽ നടക്കും. മേജർ ആർച്ച് ബിഷപ്പാകുമെന്ന് കരുതിയല്ല സിനഡ് യോഗത്തിന് വന്നതെന്നും ദൈവഹിതം അംഗീകരിക്കുന്നുവെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. മെത്രാൻ പൊതു സ്വത്താണെന്നും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിൽക്കണമെന്നും ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെയെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ദേവാലയങ്ങളടക്കം ഒന്നും അടഞ്ഞു കിടക്കരുത്. പ്രശ്നപരിഹാരത്തിനായി ചർച്ചകൾ തുടരുമെന്നും മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല തൃശൂരിനും ചരിത്ര നിയോഗമായി മാർ റാഫേൽ തട്ടിലിന്റെ മേജർ ആർച്ച് ബിഷപ്പായുള്ള തിരഞ്ഞെടുപ്പ്. ചരിത്ര നിമിഷത്തിന്റെ ആഹ്ലാദത്തിൽ തൃശൂർ അതിരൂപത ആസ്ഥാനത്തും ഇടവക പള്ളിയിലും പടക്കം പൊട്ടിച്ച് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞ സാഹചര്യത്തിലാണ് രഹസ്യ ബാലറ്റിലൂടെ നിലവിൽ ഷംഷാബാദ് രൂപത ബിഷപ്പായിരുന്ന മാർ റാഫേൽ തട്ടിലിനെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തത്. അമ്മ മനസ്സുള്ള നല്ല ഇടയൻ എന്നാണ് മാർ റാഫേൽ തട്ടിൽ അറിയപ്പെടുന്നത്. തൃശൂർ ബസിലിക്ക ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ഈ ദേവാലയാങ്കണത്തിൽ കളിച്ചു വളർന്ന ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് സഹായിച്ച് വളർന്നു വന്ന അഭിമന്യ തട്ടിൽ പിതാവ് ആഗോള കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സഭയെ നയിക്കാനായിട്ടുള്ള വലിയ ചരിത്ര നിയോഗത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ ഉയർത്തുമ്പോൾ ബസിലിക്ക ഇടവക മുഴുവനും ഏറെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നു. തട്ടിൽ പിതാവിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. 1956 ഏപ്രിൽ 21-ന് തൃശൂരിൽ ജനിച്ച റാഫേൽ തട്ടിൽ 1971 സെന്റ് മേരീസ് മൈനർ സെമിനാരിയിലും 74-ൽ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലും ചേർന്നു. 1980 ഡിസംബർ 21-ന് വൈദിക പട്ടം സ്വീകരിച്ചു. വൈദികനായ ശേഷം അരനാട്ടുകര സെന്റ് തോമസ് പള്ളിയിൽ മാത്രമാണ് വികാരിയായിരുന്നത്. 1983-ൽ കാനോൻ നിയമം പഠിക്കാൻ റോമിലേക്ക് പോകുകയും 88-ൽ തിരിച്ചു വരികയും ചെയ്തു. വൈസ് ചാൻസലർ, മൈനർ സെമിനാരി വൈസ് റെക്ടർ, മേജർ സെമിനാരി റെക്ടർ, തൃശൂർ അതിരൂപത വികാരി ജനറൽ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് വൈദികരുടെയും വിശ്വാസികളുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ തട്ടിലച്ചൻ 2010 ഏപ്രിൽ 10-നാണ് തൃശൂർ അതിരൂപതയുടെ ആദ്യ സഹായ മെത്രാനായി നിയമിതനാകുന്നത്. തുടർന്ന് ഷംഷാബാദ് കേന്ദ്രീകരിച്ച് സീറോ മലബാർ സഭയ്ക്ക് പുതിയ രൂപത സ്വീകരിച്ചപ്പോൾ മാർ റാഫേൽ തട്ടിലിനെ രൂപതയുടെ ബിഷപ്പായി നിയമിച്ചു.
നിലവിൽ ശംഷാബാദ് രൂപത ബിഷപ്പായിരിക്കുമ്പോഴാണ് മാർ റാഫേൽ തട്ടിലിനെ തേടി ചരിത്ര നിയോഗമായി സഭയുടെ കർദിനാൾ പദവി എത്തുന്നത്. 2.5 വയസ്സുള്ളപ്പോൾ പിതാവിന് നഷ്ടപ്പെട്ട മാർ റാഫേലിനെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് അമ്മയാണ്. ആ അമ്മ മനസ്സോടെയാണ് പിതാവ് തൻ്റെ ജൈത്രയാത്ര തുടരുന്നത്. ഏറ്റവും എളിമയോടുകൂടി ജീവിക്കുന്ന ഒരു പിതാവാണ്. കാരണം അഭിനന്ദ തട്ടിൽ പിതാവും ഞാനും ക്ലാസ്മേറ്റ്സാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. സെമിനാരി പഠിച്ചപ്പോൾ 10 വർഷം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഒരേ വർഷമാണ് പട്ടം സ്വീകരിച്ചത്. ഇപ്പോൾ 44 വർഷത്തോളമായി അഭിനന്ദ പിതാവും പട്ടം സ്വീകരിച്ചിട്ട്. അതിനിടയിലാണ് ഇതിപ്പോൾ 44ാമത്തെ വർഷത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് സ്ഥാനാരോഹണം ലഭിച്ചതും. അതൊക്കെ വലിയൊരു ദൈവത്തിൻ്റെ കൃപയായിട്ട് തനിക്ക് ലഭിച്ചിട്ടുള്ള വിളിയും ആ സ്നേഹം ഒക്കെ മറ്റുള്ളവർക്ക് നൽകുവാൻ വേണ്ടി എന്തും തന്നെ ജീവിതം സമർപ്പിച്ച ഒരു ജീവിതമാണ് തട്ടിൽ പിതാവിൻ്റേത്. അഭിനന്ദ പിതാവിനെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ സീറോ മലബാർ സഭയെ അതിൻ്റെ ചൈതന്യത്തിൽ നിലനിർത്തുവാൻ ഒരുപാട് ബുദ്ധിമുട്ടും വെല്ലുവിളികളൊക്കെ ഉള്ളതാണെന്നറിയാം. അതൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അഭിനന്ദ പിതാവിൻ്റെ ആ ശൈലി അത് വളരെ സഹായിക്കും എന്നതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സഭാ തർക്കമടക്കം സഭയിൽ കലുഷിതമായ സാഹചര്യം നിലനിൽക്കുന്ന അവസരത്തിൽ സഭയെ ഒത്തൊരുമയോടെ മുന്നോട്ട് നയിക്കാൻ പിതാവിന് ആകുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. TCV തൃശൂർ. സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായുള്ള മാർ റാഫേൽ തട്ടിലിന്റെ സ്ഥാനലബ്ധിയിൽ അതീവ സന്തോഷത്തിലും അഭിമാനത്തിലും ദൈവാനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് സഹോദരങ്ങൾ. തൃശൂർ പുത്തൻപള്ളിക്ക് പിറകിലുള്ള വസതിയിൽ തട്ടിൽ തോമാ ഔസേപ്പിൻ്റെയും ഏനാമാവ് കാഞ്ഞിരത്തിങ്കൽ ദേവസി മകൾ ത്രേസ്യയുടെയും 10 മക്കളിൽ ഏറ്റവും ഇളയവനായി പിറന്ന അനുജന്റെ സ്ഥാനലബ്ധിയിൽ സന്തോഷവും അഭിമാനവും പങ്കുവയ്ക്കുമ്പോൾ ജ്യേഷ്ഠ സഹോദരൻ പൊറിഞ്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മ ജ്യേഷ്ഠ സഹോദരൻ പൊറിഞ്ചുവിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു. പുതിയ പദവിയുടെ ചുമതലകൾ നിറവേറ്റാൻ ദൈവാനുഗ്രഹമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. വളരെയധികം സന്തോഷം തോന്നുന്നു. വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ കാര്യം. ഭയങ്കര ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു സ്ഥാനലബ്ധിക്ക്. ദൈവത്തിൻ്റെ ക്രമ കൊണ്ട് നന്നായി നടക്കുന്നു വിചാരിക്കണം. സിനഡിന് പോകുന്നതിൻ്റെ തലേന്ന് ഞായറാഴ്ച വീട്ടിലെത്തിയ അനിയൻ റാഫേൽ ഒരു സൂചനയും നൽകിയില്ലെന്നും ഈ അനുഗ്രഹത്തിന് അതീവ സന്തോഷവും അഭിമാനവുമുണ്ടെന്നും മറ്റൊരു ജ്യേഷ്ഠൻ ജോൺ തട്ടിൽ പറഞ്ഞു. വളരെയേറെ അഭിമാനമുണ്ട്, അതിലേറെ സന്തോഷമുണ്ട്. ഈ ദൈവാനുഗ്രഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം വളരെ നിർധന കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ചതും വളർന്നതും. 40-ാം വയസ്സിൽ അപ്പം മരിച്ചു. അന്ന് അമ്മയ്ക്ക് 36 വയസ്സാണ്. 10 മക്കൾ കൂടിയിട്ട് ചെലവ് എന്ന് പറയുന്നത്, വീട്ടുകുടുംബം ചെലവ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷെ അമ്മ പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാകുലമാതാവിനോട് ചോദിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്ന പുത്തൻപള്ളിക്ക് പിറകിലുള്ള തറവാട് വസതിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ജ്വല്ലറിയാണ് സ്ഥിതി ചെയ്യുന്നത്. സമീപത്ത് തന്നെ 3 സഹോദരന്മാരുടെ വസതികളുണ്ട്. ഏക സഹോദരിയും മറ്റ് 2 സഹോദരന്മാരും കുരിയച്ചിറയിലാണ് താമസം. 1959-ൽ അപ്പൻ ഔസേപ്പ് മരിച്ചതിനെ തുടർന്ന് അമ്മയാണ് കഷ്ടപ്പെട്ട് മക്കളെ പോറ്റി വളർത്തിയത്. ഇതിൽ 3 സഹോദരങ്ങൾ ബാല്യത്തിലേ മരിച്ചു. 2007-ലാണ് അമ്മ ത്രേസ്യ മക്കളെയെല്ലാം എന്നേക്കുമായി വിട്ടുപിരിഞ്ഞത്. TCV ന്യൂസ് തൃശൂർ. വലിയകര ടോൾ പ്ലാസയിൽ സംഘർഷം. കുടുംബവുമായി സഞ്ചരിച്ച കാർ യാത്രക്കാരനെ ടോൾ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു. വാക്കി ടോക്കി കൊണ്ട് തലക്കടിയേറ്റ് പരിക്കേറ്റ കാർ യാത്രക്കാരനായ ചുവന്നമണ്ണ സ്വദേശി കാലായിൽ വീട്ടിൽ ഷിജു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു സംഭവം. ഫാസ്ടാഗ് ഇല്ലാതിരുന്ന ഷിജുവിന്റെ കാർ മറ്റൊരു വാഹനത്തിന് പുറകിലൂടെ ടോൾ ബൂത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ജീവനക്കാർ ഡ്രമ്മുകൾ നിരത്തി കാർ തടയുകയായിരുന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിൽ ടോളിലെ 6 ജീവനക്കാർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഷിജു പറഞ്ഞു. അമ്മയും ഭാര്യയും കാറിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ജീവനക്കാരുടെ ആക്രമണം. എറണാകുളത്തെ ആശുപത്രിയിലേക്ക് പോകുന്ന കുടുംബത്തെയാണ് തടഞ്ഞു നിർത്തി ടോൾ ജീവനക്കാർ ആക്രമിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ ഷിജു പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം പുതുക്കാട് പോലീസിൽ പരാതി നൽകി. അതേസമയം ടോൾ നൽകാതെ കടന്നുപോയ കാർ തടയാൻ ശ്രമിക്കുന്നതിനിടെ കാർ യാത്രക്കാരൻ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നുവെന്നും മർദ്ദനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായും ടോൾ അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 29 മുതൽ ഫെബ്രുവരി 15 വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വ്യാപാര സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ്
രാജു അപ്സര തൃശൂരിൽ അറിയിച്ചു. വ്യാപാര സംരക്ഷണ യാത്രയിൽ 5 ലക്ഷത്തോളം വ്യാപാരികളിൽ നിന്ന് ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകും. ജാഥ അവസാനിക്കുന്ന ഫെബ്രുവരി 15-ന് സംസ്ഥാനത്തെ മുഴുവൻ വ്യാപാരികളും കടകൾ അടച്ച് തിരുവനന്തപുരത്ത് സമരം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി, ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി, എസ് ദേവരാജൻ, വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ്, സെക്രട്ടറിമാരായ ബാബു കോട്ടയിൽ, സണ്ണി പൈമ്പിള്ളിയിൽ, സെക്രട്ടേറിയറ്റ് അംഗം എ ജെ റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു തുടങ്ങി. ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനായാണ് അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കുന്നത്. ഗുരുവായൂർ ടൗൺഷിപ്പായിരുന്ന കാലത്ത് 1973 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ഔഖാദർകുട്ടി നഹയാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. 1978 മാർച്ച് 27-ന് മന്ത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 10 വർഷം മുൻപ് കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. കെട്ടിടത്തിലെ കോൺക്രീറ്റ് അടർന്നു വീണ് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും പരിക്കേൽക്കുന്നത് പതിവായിരുന്നു. പൊളിക്കുന്നതിന് മുന്നോടിയായി കെട്ടിടത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെ മുഴുവൻ നഗരസഭ ഒഴിപ്പിച്ചിരുന്നു. ഇവർക്ക് താൽക്കാലിക സംവിധാനം നഗരസഭ നൽകിയിട്ടുണ്ട്. 31,56,000 രൂപ നഗരസഭയ്ക്ക് നൽകിയാണ് സ്വകാര്യ കമ്പനി കെട്ടിടം പൊളിക്കാൻ കരാർ എടുത്തിരിക്കുന്നത്. 45 ദിവസത്തിനുള്ളിൽ കെട്ടിടം പൂർണ്ണമായി പൊളിച്ച് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. കെട്ടിടം പൊളിക്കുന്നത് പൂർത്തിയായാൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. നിർമ്മാണത്തിനായി കേരള ബാങ്കിൽ നിന്ന് 16 കോടി രൂപ വായ്പയെടുക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. പ്രതിപക്ഷം ഇതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. വായ്പയെടുക്കാനുള്ള തീരുമാനം നഗരസഭയെ കടക്കണിയിലേക്ക് തള്ളിവിടുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. TCV ന്യൂസ്, ഗുരുവായൂർ. എരമംഗലത്ത് മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ PT മോഹനകൃഷ്ണന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. ഗവർണർ വെബ് ബാക്ക് മുദ്രാവാക്യങ്ങൾ നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധക്കാർ കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനവ്യൂഹത്തിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. കോൺഗ്രസിന്റെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് CPM, DYFI, SFI പ്രവർത്തകരായ 25ഓളം പേർക്കെതിരെ പെരുമ്പടപ്പ് പോലീസ് കേസെടുത്തു. DYFI പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ്, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജയൻ, CPM നേതാക്കളായ സുരേഷ് കാക്കനാത്ത്, ഗിരിവാസൻ തുടങ്ങി 25ഓളം പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. അധിനിവേശ ശക്തികൾക്കെതിരെ കൂട്ടായ പ്രതിരോധം തീർത്താണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുത്തുറ്റ പ്രസ്ഥാനമായി മാറിയതെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേച്ചേരി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പേ ചാനലുകളുടെ ആധിക്യവും നിരക്ക് വർധനവും അടിച്ചേൽപ്പിക്കാനുള്ള കോർപ്പറേറ്റ് ഭീമന്മാരുടെയും ബ്രോഡ്കാസ്റ്റ് കമ്പനികളുടെയും നയത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് K. ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ ഒരു സാധാരണ സംഘടനകൾക്കപ്പുറം ഈ സംഘടനയ്ക്ക് പലതും ചെയ്യാനാകുമെന്നുള്ള ഒരു നിലപാടുണ്ടാക്കാൻ, ഒരു അനുകൂലമായ തരംഗമുണ്ടാക്കാൻ കേരളത്തിന് നമ്മുടെ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രാജ്യത്തിലെ സമാനമായ മേഖലകളിലൊന്നല്ല മാത്രമല്ല, ഇതിന് അനുബന്ധമായ ഒരു മേഖലയിലും ഇതുപോലുള്ള ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ നമ്മൾ എത്തുന്ന ഇത്ര ഉയരങ്ങളിൽ ശ്രദ്ധേയമായ രീതിയിൽ നമ്മൾ എത്തുന്നതിന് പിറകിൽ ഇതുപോലെ ഞാൻ ഈ സൂചിപ്പിച്ച വളരെ ലളിതമായ രീതിയിൽ കുറച്ച് വാക്കുകൾ കൊണ്ട് പറഞ്ഞെങ്കിൽ പോലും അതിന് പിന്നിൽ എണ്ണിയാലൊടുങ്ങാത്ത ത്യാഗങ്ങളുടെ, എണ്ണിയാലൊടുങ്ങാത്ത അർപ്പണ മനോഭാവത്തിൻ്റെ, വലിയ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ, ആളുകളെ കൂട്ടിയോജിപ്പിക്കുന്നതിൻ്റെയൊക്കെ വലിയ ത്യാഗത്തിൻ്റെയും വലിയ സ്ട്രെയിനിൻ്റെയും വലിയ അധ്വാനത്തിൻ്റെയും ദിനരാത്രങ്ങൾ പിന്നിട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ സമ്മേളന വേദിയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പുതുശ്ശേരി IMA ഹാളിൽ സജ്ജമാക്കിയ TV വിനോദ് കുമാർ നഗറിൽ മേഖലാ പ്രസിഡന്റ് സന്തോഷ് ജോസ് പതാക ഉയർത്തി. സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് സന്തോഷ് ജോസ് അധ്യക്ഷനായിരുന്നു. മേഖലാ ജോയിന്റ് സെക്രട്ടറി PP ബിജു അനുശോചന പ്രമേയവും മേഖലാ സെക്രട്ടറി AS പ്രസാദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ AR റിജി വരവ് ചിലവ് കണക്കും PR ശ്രീകുമാർ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി KV രാജൻ സംസ്ഥാന റിപ്പോർട്ടും അവതരിപ്പിച്ചു. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ട്രഷറർ CG ജോസഫ്,
KVBL ഡയറക്ടർ VP ബിജു, കേരള വിഷൻ ചെയർമാൻ PM നാസർ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, V9 മാനേജിംഗ് ഡയറക്ടർ KR അനിലൻ, മേഖലാ വൈസ് പ്രസിഡന്റ് PI ഡെന്നി എന്നിവർ സംസാരിച്ചു. കേച്ചേരി മേഖലാ പരിധിയിലെ 52 കേബിൾ ഓപ്പറേറ്റർമാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുതിയ പ്രസിഡന്റായി പോൾ ജേക്കബിനെയും സെക്രട്ടറിയായി AR റെജിയെയും ട്രഷററായി VK പ്രമോദിനെയും വൈസ് പ്രസിഡന്റായി KR അനിലിനെയും ജോയിന്റ് സെക്രട്ടറിയായി CS ഗോപിയെയും നിർവാഹക സമിതി അംഗങ്ങളായി KC ജോൺസൺ, സന്തോഷ് ജോസ്, KC ജോസ്, AS പ്രസാദ്, VN മുരളീധരൻ, പ്രകാശ് പൈ എന്നിവരെയും തെരഞ്ഞെടുത്തു. TCV കുന്നംകുളം. ജനുവരി 17 ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണം ഒരുക്കുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിലാണ് ആയിരക്കണക്കിന് പ്രവർത്തകർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക. കാലത്ത് 7 മണിക്കാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ഇറങ്ങുക. 13 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി വീണ്ടും തൃശ്ശൂരിൽ എത്തുന്നത് ഏറെ ആഹ്ലാദകരമാണെന്ന് അനീഷ് കുമാർ പറഞ്ഞു. സ്കൂൾ പാഠപുസ്തകങ്ങളിലേക്ക് പാഠങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികളുടെ പ്രായത്തെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണമെന്ന് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവും സാഹിത്യകാരനുമായ ഡോക്ടർ SK വസന്തൻ. തൃശൂർ ഹയർ സെക്കൻഡറി മലയാള അധ്യാപക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച മലയാള മഹോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഒരു കളങ്കവുമില്ലാത്ത ബന്ധമാണ് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ ഉള്ളതെന്ന നിലയിലേക്ക് ക്ലാസ് മുറികളെ പരിവർത്തനം ചെയ്യുക എന്നത് അധ്യാപകരുടെ മൗലികമായ ചുമതലയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹയർ സെക്കൻഡറി മലയാള അധ്യാപക സമിതി നൽകുന്ന ഈ വർഷത്തെ ഗുരുദക്ഷിണ പുരസ്കാരം കഥാകാരൻ KP രാമനുണ്ണിക്ക് സമർപ്പിച്ചു. മലയാള അധ്യാപക സമിതി പ്രസിഡന്റ് ഡോക്ടർ KC ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഡോക്ടർ P രശ്മി, കോർ കമ്മിറ്റി അംഗം PD പ്രകാശ് ബാബു, മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മദനമോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയിൽ മലയാളത്തിൽ മുഴുവൻ മാർക്ക് നേടിയ ജില്ലയിലെ വിദ്യാർത്ഥികളെ മലയാള തിലക പട്ടം നൽകി ആദരിച്ചു. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളിലെ 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന കോടാലി വെള്ളിക്കുളങ്ങര റോഡിൽ കുഴികൾ നിറഞ്ഞത് യാത്രക്കാർക്ക് ദുരിതമായി. കൊടുങ്ങ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് കുഴികൾ നിറഞ്ഞിട്ടുള്ളത്. കൊടുങ്ങ പാലം, വെള്ളിക്കുളങ്ങര വായനശാല, ബസ് സ്റ്റാൻഡ്, സർക്കാർ സ്കൂൾ എന്നിവയുടെ പരിസരങ്ങളിലാണ് റോഡിൽ പരക്കെ കുഴികൾ രൂപപ്പെട്ടത്. മഴ പെയ്താൽ കൊടുങ്ങ പാലത്തിന് സമീപം വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് ഇവിടെ റോഡ് തകരാൻ ഇടയാക്കുന്നത്. വശങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകളുണ്ടെങ്കിലും പുല്ലും മണ്ണും മൂടി ഈ ചാലുകൾ അടഞ്ഞുപോയ നിലയിലാണ്. ഇതുമൂലം മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടന്ന് കുഴികൾ രൂപപ്പെടുകയാണ്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്തും ഇത് തന്നെയാണ് അവസ്ഥ. കോടാലി വരെ സുഖമായി യാത്ര ചെയ്യാം, പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് തണ്ടലോ ഒടിയുന്ന അവസ്ഥയാണുള്ളത്. ഉയർന്ന റോഡ് നികുതിയും മറ്റു രീതികളും കൊടുത്ത ആൾക്കാർ വാഹനങ്ങൾ റോഡിൽ ഇറക്കുന്നത്. ഈ വാഹനങ്ങളുടെ ഐസിലൊടിഞ്ഞ് പല വണ്ടികളും റോഡിൽ ഈ കൊടുങ്ങ ഇതിൽ കടന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. റോഡ് ശരിയാക്കാമെന്ന് പറയുന്നത് ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല 2 വർഷം മുമ്പ് റോഡിലെ കാനകൾ നിന്ന് റോഡിൽ കൂടെ വെള്ളം ഒഴുകി റോഡ് നാശമാണെന്ന് സംബന്ധിച്ച് കൊടുത്ത പരാതി അനുസരിച്ച് അവർ സ്ഥലത്ത് വരികയും എസ്റ്റിമേറ്റ് എടുത്ത് ഉടനെ പണി ആരംഭിക്കുമെന്ന് പറഞ്ഞ് കത്ത് വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അതിനെപ്പറ്റി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡ് നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായി മാറുന്നതോടെ ഇവിടുത്തെ ദുരിതം പരിഹരിക്കപ്പെടുമെന്നാണ് റോഡിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നവരോട് അധികൃതർ നൽകുന്ന മറുപടി. കൊടകര വെള്ളിക്കുളങ്ങര റോഡിന്റെ 3ാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി കോടാലി അന്നംപാടം ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ വരെ റോഡ് വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് നടത്തുമ്പോൾ കൊടുങ്ങ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥയും പരിഹരിക്കപ്പെടുമെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ വെള്ളിക്കുളങ്ങര വഴിയുള്ള മലയോര ഹൈവേ നിർമ്മാണവും കോടാലി മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡ് നവീകരണവും അനിശ്ചിതമായി വൈകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. TCV കൊടകര. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനായുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. അഴീക്കോട് മുനമ്പം പാലത്തിനായുള്ള തൂണുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ നിലവിലുണ്ടായിരുന്ന ജങ്കാർ സർവീസ് നിർത്തിവെച്ച സാഹചര്യത്തിലാണ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. അഴീക്കോട് ജെട്ടിയിൽ തന്നെയാണ് കടത്ത് ബോട്ട് സർവീസിനായി താൽക്കാലിക പ്ലാറ്റ്ഫോമും നടപ്പാലവും നിർമ്മിക്കുന്നത്. പ്ലാറ്റ്ഫോം നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ബോട്ട് സർവീസ് ആരംഭിക്കും. ജില്ലാ പഞ്ചായത്തിന് കീഴിൽ ജങ്കാർ സർവീസ് നടത്തിവന്നിരുന്ന കരാറുകാരന് തന്നെയാണ് ബോട്ട് സർവീസിന്റെയും നടത്തിപ്പ് ചുമതല. തൃശൂർ നഗരത്തിൽ പോലീസുകാർക്ക് നേരെ യുവാവിന്റെ പരാക്രമം. കുറുപ്പം റോഡിൽ ഗവർണറുടെ പാസിംഗ് ഡ്യൂട്ടിക്ക് നിന്നിരുന്ന 2 വനിതാ പോലീസുകാർ ഉൾപ്പെടെ 3 പോലീസുകാർക്കാണ് മർദ്ദനമേറ്റത്. നെടുപുഴ സ്റ്റേഷനിലെ SI സന്തോഷ്, പിങ്ക് പോലീസിലെ CPO സ്മിത, കണ്ടാണശ്ശേരി സ്റ്റേഷനിലെ CPO ജാൻസി എന്നിവരെയാണ് യുവാവ് മർദ്ദിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ജമാലുദ്ദീൻ എന്നയാളെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു.
കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ബസ്സിനടിയിലേക്ക് വീണ് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് സ്വദേശി അയ്യപ്പത്ത് വീട്ടിൽ 18 വയസ്സുള്ള ശ്രീശാന്താണ് മരിച്ചത്. കുന്നംകുളം എരുമപ്പെട്ടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹിതമോൾ ബസ് ചൊവ്വന്നൂർ പോസ്റ്റ് ഓഫീസിന് സമീപം ആളെ ഇറക്കി മുന്നോട്ടെടുക്കുന്നതിനിടെ പുറകിലെത്തിയ ശ്രീശാന്ത് ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുകയും എതിരെ വന്ന വാഹനം കണ്ട് ബ്രേക്ക് ചെയ്തതോടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് മറിയുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ശ്രീശാന്തിനെ ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുന്നംകുളം ന്യൂമാൻ കോളേജിലെ +1 വിദ്യാർത്ഥിയാണ് ശ്രീശാന്ത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കയറുന്നതിനിടയിൽ മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്ന് വീണ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. എറവ് കപ്പൽപ്പള്ളിക്ക് സമീപം നീലങ്കാവിൽ നീതു ജോഷിക്കാണ് പരിക്കേറ്റത്. ബസ്സിന്റെ പിൻവാതിലിലൂടെ കയറാൻ ശ്രമിക്കുന്നതിനിടെ ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്തതോടെയാണ് റോഡിലേക്ക് വീണത്. തൃശൂരിൽ നടന്നു വന്നിരുന്ന അന്താരാഷ്ട്ര ഫോക്ലോർ ചലച്ചിത്രമേളയ്ക്ക് സമാപനമായി. സമാപന സമ്മേളനം IFFT എക്സിക്യൂട്ടീവ് അംഗം വിജയൻ പുന്നത്തൂർ ഉദ്ഘാടനം ചെയ്തു. A. രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. IFF പ്രസിഡന്റ് ചെറിയാൻ ജോസഫ്, നടി സാധിക വേണുഗോപാൽ, സംവിധായകൻ KR ഉണ്ണി, തിരക്കഥാകൃത്ത് രമേശ് തില്ലങ്കേരി, നിർമ്മാതാവ് വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. 6 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ചലച്ചിത്രമേളയിൽ 70 രാജ്യങ്ങളിൽ നിന്നുള്ള 290 സിനിമകൾ പ്രദർശിപ്പിച്ചു. തെക്കുംകര പഞ്ചായത്ത് വികസന സെമിനാർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ M രേണുകുമാർ പദ്ധതി വിശദീകരണം നടത്തി. തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർമാരായ AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 30 വർഷം പഴക്കമുള്ള കടങ്ങോട് ജലധാര കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി അപകടാവസ്ഥയിൽ. കടങ്ങോട് പഞ്ചായത്തിലെ 4, 7, 8 വാർഡുകളിലെ കുടുംബങ്ങൾക്കുള്ള ജലധാര കുടിവെള്ള പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. ജലസംഭരണിയുടെ വശങ്ങളും സംരക്ഷണ ഭിത്തിയും കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലാണ്. സംഭരണിക്ക് താഴെയുള്ള വീടുകളിലുള്ളവർ ഭീതിയിലാണ് കഴിയുന്നത്. നിലവിലെ സംഭരണി പൊളിച്ചു നീക്കി മറ്റൊരു സംഭരണി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പരിസരത്തുള്ള 108 കുടുംബങ്ങളിൽ 70-ലധികം കുടുംബങ്ങൾക്കും സ്വന്തമായി കിണറില്ല. ഇവരുടെ ഏക ആശ്രയം ഈ കുടിവെള്ള പദ്ധതിയാണ്. സംഭരണിയിൽ വെള്ളമില്ലാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയാണ്. മുൻപ് ജലധാര കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്ത് അധികൃതർ 16 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് അധികൃതർ ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും പണം അനുവദിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു. ഞങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങൾക്ക് കിണറും ഇല്ല, ഈ വെള്ളത്തെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടാങ്ക് ഇതാ അതീവ ഗുരുതരാവസ്ഥയിലാണ്. വിണ്ട് പൊട്ടി അതിന് വിള്ളലുകൾ സംഭവിച്ച് വെള്ളം പുറത്തേക്ക് എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഞങ്ങൾ നിരന്തരമായിട്ട് ഭരണാധികാരികളെ അറിയിച്ചിട്ടുണ്ട്, വന്ന് നോക്കിയിട്ടുണ്ട്. ഇന്ന് വരെ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. 5-6 പേര് പോയി അപേക്ഷ വെച്ചു. അപ്പോൾ പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞു ഫണ്ടും പാസ്സായിട്ടുണ്ട്, ഇതിന് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇപ്പം അതാ പറയുന്നു ഈ ഫണ്ട് പാസ്സായിട്ടില്ലാന്ന്. ഇന്ന് തൊട്ടിട്ട് കുടിവെള്ളം നിർത്തുകയാണെന്നാ പറയണേ. ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ല. ഈ ടാങ്കിലേക്ക് വെള്ളം അടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ താഴത്ത് 10-13 വീടുകളുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നത് പൊളി പിടിക്കാൻ എന്തായാലും ഈ 13 വീടുകൾ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മോട്ടർ അടിച്ച് വെള്ളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരൾച്ചയെ നേരിടുന്നതിന് ഓരോ ഗുണഭോക്താവും 1000 രൂപയെടുത്ത് ജലവിതരണ മോട്ടോർ പുരയിലേക്ക് 3 ഫേസ് കണക്ഷൻ എടുത്തിരുന്നു. MP, MLA, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകുമെന്നും നാട്ടുകാർ അറിയിച്ചു. TCV എരുമപ്പെട്ടി.
തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ CM ജോർജ് അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സജീവ് മഞ്ഞില, സെക്രട്ടറി GG ജോർജ്, വൈസ് പ്രസിഡന്റ് MR ഫ്രാൻസിസ്, യൂത്ത് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. ചേർപ്പിൽ തെരുവുനായകൾ കൂട് തകർത്ത് വളർത്തു മുയലുകളെ കൊന്നൊടുക്കി. ചേർപ്പ് പടിഞ്ഞാറ്റുമുറി പട്ടത്ത് ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ മുയലുകളാണ് ആക്രമണത്തിനിരയായത്. 10 കുഞ്ഞുങ്ങളടക്കം 12 മുയലുകളെയാണ് തെരുവുനായ്ക്കൾ കൊന്നൊടുക്കിയത്. ലൈറ്റ് അടിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ മയിൽ തൊലിരിച്ച മാതിരി ഇങ്ങനെ കിടക്കുക. അത് കാരണം എന്തെന്നാ പറയുക, ആദ്യം വന്നിട്ട് ഫുള്ള് ഇതിന്ന് കൊണ്ടുപോയി. ഒരു മയിലിന് 5 കുട്ടികളെ കൊണ്ടുപോയി. ഇന്നിപ്പോൾ ഇങ്ങനെ പോയി. ഇന്നിപ്പോൾ ഒക്കെ പോയി കംപ്ലീറ്റ്. മൊത്തം 3 ഉണ്ടായിരുന്നു, 4 ഉണ്ടായിരുന്നു. 6 കുട്ടികൾ, ഒരു തള്ള. മൊത്തം കടിച്ചു വലിച്ചൊക്കെ ഓടിയിട്ട് കംപ്ലീറ്റ് തലകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അത്താണി അമ്പലപുരം സ്വദേശിനിയെ കാണാനില്ലെന്ന് പരാതി. തൈവളപ്പിൽ ഉണ്ണി ഭാര്യ 68 വയസ്സുള്ള സുമതിയെയാണ് ഇന്ന് രാവിലെ മുതൽ വീട്ടിൽ നിന്നും കാണാതായത്. ഇരുനിറവും 5 അടി ഉയരവും. കാണാതാകുമ്പോൾ ഗ്രേ കളർ സാരിയും കറുത്ത നിറമുള്ള ബ്ലൗസുമാണ് വേഷം. വിവരം ലഭിക്കുന്നവർ തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലോ 048722023434 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തു. സഭയുടെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ. സ്ഥാനാരോഹണം വ്യാഴാഴ്ച. ദൈവഹിതം അംഗീകരിക്കുന്നുവെന്ന് മാർ റാഫേൽ തട്ടിൽ. പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷം. കുടുംബവുമായി സഞ്ചരിച്ച കാർ യാത്രക്കാരനെ ടോൾ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. വോക്കി ടോക്കി കൊണ്ട് തലക്കിടിയേറ്റ ചോന്നമണ്ണ് സ്വദേശി ഷിജു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന വ്യാപകമായി ഫെബ്രുവരി 15-ന് കടകൾ അടച്ചിടുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. സമരത്തിന് മുന്നോടിയായി ഈ മാസം 29 മുതൽ ഫെബ്രുവരി 15 വരെ വ്യാപാര സംരക്ഷണ യാത്ര സംഘടിപ്പിക്കും. ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു തുടങ്ങി. ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനായാണ് അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിക്കുന്നത്. എരമംഗലത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അധിനിവേശ ശക്തികൾക്കെതിരെ കൂട്ടായ പ്രതിരോധം തീർത്താണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുത്തുറ്റ പ്രസ്ഥാനമായി മാറിയതെന്ന് KCCL ചെയർമാൻ K ഗോവിന്ദൻ. പേ ചാനലുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും K ഗോവിന്ദൻ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.